പൊതുവെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോൾഡിന് ഭയങ്കര റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതൊരു അസറ്റ് ആയതുകൊണ്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നു. സ്ത്രീകളാണെങ്കിൽ അത് അണിഞ്ഞ് നടക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു നെക്ലേസോ വളയൊക്കെ ആയിരിക്കും. പക്ഷെ അത് വരുന്ന വഴി എങ്ങനെയാണ്, ആദ്യം അത് ഖനനം ചെയ്തിട്ട് അത് ഓരോ പ്രോസസ്സിങ് വഴി വന്നിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഒരു പ്രൊഡക്റ്റായിട്ട് നെക്ലേസോ ബാംഗിൾസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സക്സസ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് കിട്ടുന്നതല്ലേ. അതേപോലെ നമ്മുടെ ജീവിതത്തിലോട്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം എടുത്ത് അതിന് കുറച്ച് വഴികൾ ഉണ്ടാക്കി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ ഒരു തീരുമാനം എടുക്കണം നമ്മുടെ ലൈഫിൽ. ആ തീരുമാനം അത്രയും ഉറച്ചതായിരിക്കണം. ആ തീരുമാനങ്ങളാണ് നമ്മളെ ജീവിതങ്ങളെ മാറ്റിമറിക്കുക തന്നെ ചെയ്യുന്നത്. പൊതുവെ പലരും പറയാറുണ്ട് എക്സ്ക്യൂസസ് ആയിട്ട്, ഞാനടക്കം പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഞാൻ പണമില്ലാത്ത വീട്ടിലുള്ളതാണ്, എനിക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഇല്ല, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒത്തിരി പേര് നമ്മളിന്ന് കണ്ടിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇല്ല പക്ഷെ ബിസിനസ് ചെയ്ത് വളരെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരും, ഈ ലോക പരിചയമൊന്നുമില്ല പക്ഷേ ഗത്യന്തരം കെട്ട് സാഹചര്യം കൊണ്ട് എന്തിലേക്കെങ്കിലും ഇറങ്ങി തിരിച്ച് ആ ഒരു തീരുമാനമായിരിക്കും അവരെടുത്തിട്ടുണ്ടാവും. പിന്നെ അവർ സക്സസ് ആയ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ടല്ലേ. ഇപ്പം ഇവരൊക്കെ ഒരുപാട് അറിവില്ലായ്മ ആയിക്കോട്ടെ, അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളിൽ നിന്നും അവരെടുത്തൊരു തീരുമാനത്തിൽ നിന്ന് പിന്നെ ആ തീരുമാനം മുറുകെ പിടിച്ച് പോയി അവരെല്ലാവരും സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആദ്യം എടുക്കേണ്ടത് ഒരു തീരുമാനമാണ്. അത് ചില ആൾക്കാർക്ക് ഞാൻ ഫിനാൻഷ്യലി ഭദ്രതയുള്ള ഒരാളാകും എന്നായിരിക്കാം, ചില ആൾക്കാർ ഞാൻ എഡ്യൂക്കേറ്റഡ് ആവുമെന്നായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. നമ്മൾ തീരുമാനിക്കുക നമ്മളെ ലൈഫിൽ. ആ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു പവർ വേണം നമുക്ക്. ഇത് ഞാൻ എൻ്റെ ലൈഫിന് ബേസ് ചെയ്തിട്ടാണ് പറയണേ. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത 5 തീരുമാനങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഞാനെന്ന് പറയുന്ന വ്യക്തി ലൈഫിൽ പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അച്ഛൻ, നമ്മുടെയൊക്കെ ഒരു 90s കിഡ്സിൻ്റെ ഒരു കാര്യത്തിൽ 20-21 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് കല്യാണം സ്റ്റാർട്ടിങ് ആവുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ പഠിക്കുക, വിവാഹം എന്നാണ്. അപ്പം എൻ്റെ അച്ഛൻ വളരെ പാവപ്പെട്ട ഒരാളാണ്, ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കല്യാണമാണ് ഞാൻ പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രാജുവേഷനിലേക്ക് പോകുന്ന സമയത്തേക്ക് ചേച്ചിയുടെ കല്യാണമായി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ +2 കഴിഞ്ഞപാട് ഞാൻ പോളിടെക്നിക് ഡിപ്ലോമ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഡിഗ്രിക്ക് എന്ന് പറയുന്നത് എനിക്കൊരു കോളേജൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ടായിരുന്നു പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പം നിങ്ങൾക്കറിയാം ഫീസ് കൊടുത്താണ് പഠിക്കേണ്ടി വരിക. അപ്പം ചേച്ചിയുടെ കല്യാണം സിറ്റുവേഷൻസൊക്കെ വന്ന സ്ഥിതിക്ക് അച്ഛനും അമ്മയും എനിക്ക് തന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് വിവാഹം എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നടക്കില്ല, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡിഗ്രി എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്നാൽ ഡിഗ്രി എടുത്തിട്ട് കല്യാണം എന്നുള്ളത്. അപ്പോൾ ഞാനൊക്കെ കണ്ട അല്ലെങ്കിൽ ഞാൻ കണ്ട ഇത് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് കല്യാണം കഴിക്കണം. ഇതല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കരിയറോ അല്ലെങ്കിൽ ഒരു ജീവിതമോ ഒന്നും സ്വപ്നം കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു പ്രായത്തിൽ 20-21 വയസ്സിലൊക്കെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ല. അതിൽ കൂടുതൽ വയസ്സാകുമ്പോൾ പിന്നെ ചോദ്യങ്ങളായി പറച്ചിലായി. ഞാൻ 23 ഇയേഴ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. ആ സമയമ്പോഴേക്കും എക്സ്ട്രീം ചോദ്യമായി കേട്ടോ. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ്. എന്നാൽ പോലും അവരങ്ങനെ ചിന്തിച്ചതിൽ ഞാനിപ്പോൾ ഭയങ്കര പ്രൗഡാണ്. അപ്പം അവരുടെ അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ഒരു ചോയ്സ് പിന്നെ കല്യാണം എന്നാണ്. അതിൻ്റെ അപ്പുറത്ത് കരിയറോ അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ഞാൻ ഇഷ്ടപ്പെടുന്ന ടോപ്പിക് എന്താണ്, ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഓളത്തിനനുസരിച്ച് പഠിച്ചു പോയൊരു കുട്ടിയാണ് ഞാൻ. കാരണം നമുക്ക് ഫാമിലിയിൽ പറഞ്ഞു തരാനാണെങ്കിലും അങ്ങനെ ആൾക്കാരുണ്ട്, പക്ഷെ നമ്മളങ്ങനെ കണക്റ്റഡ് അല്ല. അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അത്ര അറിയുന്നില്ല. അപ്പം നമ്മളെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ ലൈഫിൽ എവിടെയെങ്കിലേക്ക് എത്തിക്കുക. അന്ന് ഡിഗ്രി എടുക്കണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഒന്നും അറിയാത്ത ഒരു പൊട്ടിക്കളിയാണ് അന്ന് ഞാൻ ആ തീരുമാനം എടുത്തതിൽ ഞാൻ പ്രൗഡാണ്. അതുകൊണ്ട് എനിക്കൊരു ഗ്രാജുവേഷൻ എൻ്റെ ലൈഫിൽ കിട്ടി, അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ കാലത്ത് ഗ്രാജുവേഷനൊന്നും ഒന്നുമല്ല എന്നറിയാം, പക്ഷേ എൻ്റെ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു മനുഷ്യനും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പിന്നീട് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫ് ചേഞ്ച് ആയത് എൻ്റെ മാരേജിന് ശേഷമാണ്. അപ്പം എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു 5 തീരുമാനങ്ങളാണ് ഞാനിപ്പം ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴിത്തിരിവ് ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ല
തീരുമാനങ്ങളുണ്ടാവും. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളിലുള്ള തീരുമാനങ്ങളാട്ടോ ഈ പറയണത്. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയേണ്ടത് എൻ്റെ മാരേജ് തന്നെ ഞാൻ പറയാം കേട്ടോ. അത് ഇതിലൊരു പോയിന്റ് അല്ല, എന്നാലും ഇവിടെ തുടങ്ങുന്നത് വളരെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സാധാരണ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിക്ക് ലൈഫിൽ കിട്ടാത്തൊരു കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഫാമിലീൻ്റെ ഇടയിലാണെങ്കിലും അതധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം സെൽഫ് റെസ്പെക്റ്റ് ഞാൻ എവിടെയും അതിനു വേണ്ടി നിന്നിട്ടില്ല. ഞാൻ പേടിച്ചൊക്കെ ബാക്കോട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് എവിടെ നിന്നും ഞാനത് ചോദിച്ച് വാങ്ങിയിട്ടുമില്ല, ആരും അങ്ങോട്ട് തന്നിട്ടുമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അത് നന്നായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, ഞാനൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു വുമൺ ആണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാനെന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെ അമ്മേൻ്റെയും മകളാണെന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ വൈഫാണെന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെന്നെ ഒരുപാട് ബോൾഡാക്കിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് മാറ്റിയിട്ടുണ്ട്. പേടിച്ച് ഒരാളുടെ എന്തെങ്കിലും ഒരാൾ നമ്മളോട് പറഞ്ഞാൽ ആ വ്യക്തിയോട് എങ്ങനെ ഞാൻ ഈ അഭിപ്രായം പറയും എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അവരെങ്ങനെ ചിന്തിക്കും, ഭയങ്കര പേടിയുള്ള ഒരാളാണ്. എല്ലാത്തിനും ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ്. ഇങ്ങനെയൊക്കെ ഇരുന്നൊരു വ്യക്തിക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു വ്യക്തിക്ക് പെട്ടെന്ന് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ ഉണ്ട് എന്നൊരാൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ധൈര്യമുണ്ട്. ഇതാണ് എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിൽ വന്നിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരേജ് എന്ന് പറയുന്നതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡിസിഷനിലെ ഞാൻ എടുത്ത ഡിസിഷനിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു കാര്യം. ആ വ്യക്തിയെ വിവാഹം കഴിക്കാൻ എടുത്ത ഡിസിഷൻ കേട്ടോ. പക്ഷെ ഇതെല്ലാം ഞാൻ പറയാൻ പോണത് ആദ്യത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ബിലീവ് ഇൻ മൈ സെൽഫാണ്. ഞാൻ എൻ്റെ സെൽഫിനെ ബിലീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിശ്വസിച്ചു. അത് സത്യം പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി എന്നെ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ഒരു റെസ്പെക്റ്റ് കിട്ടിയതിന് ശേഷമാണ്. അതുകൊണ്ട് ആ റെസ്പെക്റ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് ഞാനെന്ന് പറയുന്നത് ആ തീരുമാനമാണ് എൻ്റെ ലൈഫിന് വലിയൊരു ചേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ എന്നെക്കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ളതും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും. ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ആളെ വിവാഹം കഴിച്ച് വന്ന് ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, എനിക്കൊരു വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന രീതിയിൽ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് സ്വന്തമായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് വേണമെന്ന് ചിന്തിച്ച് എടുത്തു തൊട്ടാട്ടോ എൻ്റെ ലൈഫ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതും എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് മാറ്റം വന്നു തുടങ്ങിയതും. അപ്പം പല ആൾക്കാരും ഇന്ന് ഈ ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരായിട്ട് ജീവിക്കുന്നുണ്ടാവും. എങ്ങനെയോ കാറ്റിൻ പുറത്ത് ഇങ്ങനെ പാറി നടന്നു പോകുന്ന ആൾക്കാരായിട്ട് ജീവിക്കുന്നുണ്ടാവും. ആരോട് പറയാനുള്ള, ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക. എന്നെക്കൊണ്ട് ഇത് പറ്റും, എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ പോവാണ്, ഒരു ബിഗ് ബിസിനസ്സോ എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകും. നമ്മൾ പൊതുവേ പറയാൻ എന്താണെന്നറിയോ, ഐ വിൽ സക്സസ്, ഞാൻ സക്സസ് ആകും, അല്ല ഐ എം സക്സസ്, ഞാൻ സക്സസ് ആണ്. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുക. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്നാണ്, അല്ലെ എന്നെക്കൊണ്ട് ഇത് നാളെ പറ്റുമെന്നല്ല, ഞാൻ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ആണ് ആ ഒരു ഡിസിഷൻ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ ചിന്തകൾ മാറി തുടങ്ങിയത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ ഞാൻ ബോൾഡായി തുടങ്ങിയിട്ടുണ്ട്. അതുവരെ എന്നെ കണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുക അയ്യോ വളരെ പാവം കുട്ടിയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ പിന്നെ ആ ഒരു സ്റ്റേജിൽ എന്നെ കണ്ടപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഒരു പക്ഷേ ആള് കുറച്ചൊരു സ്ട്രോങ് ആലേ എന്നുള്ളത്. പിന്നെയും കൂടെ കുറച്ചും കൂടെ എന്നോട് യൂസ്ഡ് ആയിട്ടുണ്ടാകുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാവും ആള് ഭയങ്കര മെച്ചുവേർഡാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്കൊരു ചേഞ്ച് വരുന്ന സമയത്ത് ഭയങ്കര സാധു ഈ ഒരു പാവം കുട്ടിയാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചേഞ്ചിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രോസസ്സിങ് സമയത്ത് ആൾക്കാർ പറയും ആള് കാണും പോലെ ഒന്നും അല്ല, കുറച്ചൊന്ന് സ്ട്രോങ് ആ എന്ന് പറയും. പിന്നെയൊക്കെ കുറച്ചും കൂടി നമ്മൾ മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങും ആൾ ഭയങ്കര മെച്ചുവേർഡാണ്, ബോൾഡാണെന്നാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒരു കോംപ്ലിമെൻ്റ് ആണ്. യു ആർ വെരി മെച്ചുവേർഡ് ആൻഡ് ബോൾഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഞാൻ ആദ്യം ആ ഒരു തീരുമാനമാണ് ചിന്തിച്ചത്. ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ എടുത്ത എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് തീരുമാനം. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ ലൈഫ്. എൻ്റെ ലൈഫിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ എടുത്തു തുടങ്ങിയെന്നുള്ളതാണ്. ഒരു കുഞ്ഞൊന്ന് ബാങ്കിൽ പോയിട്ട് അതൊന്നും ചെയ്തിട്ട് വന്നാൽ പോലും പോവില്ല, പേടിയുള്ള ഒരാൾ. അങ്ങനെ നിന്നൊരു വ്യക്തി
ഇപ്പം എൻ്റെ ഫാമിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡിസിഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എടുക്കാൻ പാകത്തിൽ ഞാൻ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും പലരും മറ്റുള്ളവരുടെ മേലെ ചാരും കേട്ടോ. ഇനിയിപ്പം എല്ലാം അറിയുന്ന ഒരു ഹസ്ബൻഡ് എല്ലാ വർക്കും അറിയും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും പലപ്പോഴും പല റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ഒന്നിക്ക് വൈഫിൻ്റെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലേക്കോ വെച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് തിരിച്ച് ചിന്തിക്കാം. നമ്മൾ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരിക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു വീട്ടമ്മയായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം ഒരു റെസ്പോൺസിബിലിറ്റീസും എടുക്കില്ല, വീട്ടിലെ ജോലി കാര്യങ്ങൾ മാത്രം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ബോൾഡായിട്ടുള്ള ഒരു പേഴ്സണോ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോ ആവില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫാമിലിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്താൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സ്റ്റേറ്റേ മാറും കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു എന്താണ് വ്യക്തി, നിങ്ങളൊരു പ്രസൻസ് ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിയിൽ. ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും നിങ്ങളുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കാൻ വേണ്ടി തീരുമാനം എടുത്താൽ. അത് നമ്മളെന്ന് പറയുന്ന വ്യക്തി നമുക്ക് സ്വയം തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ മാറും. നമ്മളെന്ന് പറയുന്നത് നമുക്കൊരു പുറമേ ഉള്ളൊരു ചിന്തയുണ്ട്, നമ്മൾ വീട്ടിൽ അടച്ചൊതുക്കിയിരിക്കുന്ന ഒരാളാണെന്ന്. അത് തന്നെ മറ്റുള്ളവരെ കാഴ്ചപ്പാടും മാറും. നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ഉള്ളിൽ നമ്മൾ സെൽഫായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് ഞാൻ പിന്നീട് എടുത്തിട്ടുള്ള ഒരു ബിഗ് ഡിസിഷൻസ്. ഡിസൈഡ് ടു ഇംപ്രൂവ് മൈ സെൽഫ് എവറി ഡേ. എല്ലാ ദിവസവും എൻ്റെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈഫിൽ പൊടി പിടിച്ച് ഞാനൊരു വീട്ടമ്മയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുമെന്ന് ചിന്തിക്കാതെ എൻ്റെ ലൈഫിലേക്ക് പുതിയ പുതിയ ന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കും, ന്യൂനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും എടുക്കുന്ന കാര്യങ്ങളാട്ടോ. അത് ഫിനാൻഷ്യലി എനിക്കൊരു സപ്പോർട്ടാണ്, അതേപോലെ തന്നെ ഫിസിക്കലി സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി എവറി ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ മാനസിക വളർച്ചയെ തന്നെ ഞാൻ പറയുന്ന വ്യക്തി വെറും ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒന്നല്ല എന്നും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വർക്ക് ചെയ്യുക വീട്ടിൽ വരിക, വർക്ക് ചെയ്യുക വീട്ടിൽ, ഇങ്ങനെ ഒരു മാത്രമാണ് അവർ എവറി ഡേ അവർ ഓരോരോ കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് ന്യൂനുമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്കും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ചേഞ്ച്. നമ്മളെപ്പോഴും ഒരേ ലെവലിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സെന്താ മനസ്സിലാക്കുന്ന പറയുക, ഞാനിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു രീതിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ എവറി ഡേ നിങ്ങളുടെ ഡേയിൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരു പുതുമയുള്ളതായിരിക്കാം. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫിന് തന്നെ എപ്പോഴും ഒരു പുതുമയുള്ള വ്യക്തിയായിരിക്കാം. അത് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ ഞാൻ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയില്ല, ആ സമയം വരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഓരോ ദിവസവും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, ഓരോ ന്യൂ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതേപോലെ ഇപ്പം ഞാനൊരു പാരൻ്റാണ്, ഒരു പാരൻറ്റിങ് എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് എൻ്റെ ലൈഫ്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ പോയിന്റ്, ട്രസ്റ്റിംഗ് മൈ ഇൻറ്റ്യൂഷൻസ്. നമുക്ക് നമ്മുടെ ഉള്ളിലൊരു പലരും പറയാല്ലേ മനസ്സാക്ഷി പറയുന്നത് കേൾക്കുക എന്നുള്ളത്. എൻ്റെ മനസ്സാക്ഷി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ. ശരിയാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ ബിഗ് ചേഞ്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. ഇതെൻ്റെ വലിയ തീരുമാനമാണ്. ഇത് കുട്ടിക്കാലം മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ പെട്ടെന്ന് മാരേജിന് ശേഷം വന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ പലപ്പോഴും ആ സമയങ്ങളിൽ ഞാനത് പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. കാരണം എൻ്റെ മനസ്സ് പറയുന്നു ഇങ്ങനെയാണെന്ന്. പക്ഷേ അച്ഛൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുകൊണ്ടോ അച്ഛനും അമ്മയൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അവരെടുക്കുന്ന ഡിസിഷൻസിൻ്റെ കൂടെ പോകുന്ന ഒരാളായിരുന്നു. അവരെടുക്കുന്ന ഡിസിഷൻസ് ഇന്നവരെ തെറ്റിയിട്ടില്ല. അത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. പക്ഷേ എനിക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങൾ തോന്നിയാലും ഞാൻ പറയാറില്ല ഇത് അച്ഛനും അമ്മയും എടുത്ത ഡിസിഷൻ അല്ലേ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ഡിസിഷൻസ് തന്നെ എടുത്തിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ എൻ്റെ ഡിസിഷൻസ് പറയുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ പാരൻസ് നോ നമ്മുടെ ഡിസിഷൻ ഇതാണ്, ഇതെടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ മാരേജ് തന്നെ ഒരുപാട് കല്യാണാലോചനകൾ വന്നപ്പോഴും എനിക്ക് ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നില്ല ആ വ്യക്തിയിലൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. വന്ന എല്ലാവരും ഓക്കെ ആയിരുന്നു കല്യാണം കഴിക്കാൻ, പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നില്ല. അതൊരിക്കലും ഞാൻ അവരെ റിജക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സെന്തോ പറയുന്നില്ല. ഇത് മാത്രമായിരുന്നു, എനിക്കും അവരിൽ ഒരു പോരായ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സൗന്ദര്യത്തെയോ പണത്തെയോ ജോലിയോ ഒന്നും നോക്കിയിട്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയണം ഈ വ്യക്തി എനിക്ക് ഓക്കെ ആണ് എന്നുള്ളത്. ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെന്ന് അറിയാം. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം എന്നോട് പറയും
എൻ്റെ മനസ്സിൽ ഞാൻ എന്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുട്ടിക്കാലം മുതൽക്കേ ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് നോക്കി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഡിസിഷനിൽ എപ്പോഴും നിന്നിട്ടുണ്ടായിരുന്നു പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മനസാക്ഷി പറയുന്നത് എൻ്റെ ദൈവം പറയുന്നതാണെന്നുള്ളൊരു വിശ്വാസം കേട്ടോ. എൻ്റെ ദൈവം എന്നോട് പറയുന്നത് അത് ചെയ്യണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ദൈവം പറയുന്നതാണ് അത് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അഹങ്കാരിയാണെന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ചില സിറ്റുവേഷൻസിൽ പണ്ടൊക്കെ ചെറുതിലൊക്കെ പേടി കാരണം ചിലപ്പോൾ ഒഴിഞ്ഞു മാറാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മനസാക്ഷി എന്ത് പറയുന്നോ അത് തന്നെ ചെയ്യാറ്. അതെനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഡിസിഷൻസും നമ്മൾ പലരും പറഞ്ഞതിൻ്റെ പേരിൽ ഒഴിവാക്കാം, പലരും പറഞ്ഞതിൻ്റെ പേരിൽ എടുക്കാം. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കാം. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുന്നത് ശരി എന്താണോ അതായിരിക്കാം നിങ്ങളുടെ ശരി. അതുകൊണ്ട് മനസാക്ഷി നിങ്ങളുടെ എന്ത് പറയുന്നോ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. ചില സമയങ്ങളിൽ തെറ്റിപ്പോവാട്ടോ. നമ്മൾ മനസാക്ഷി പറയുന്നത് ഒരു പക്ഷേ തെറ്റിപ്പോവാം. പക്ഷെ എൻ്റെ ലൈഫിൽ എന്താ അറിയോ, എൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ എന്താ അറിയോ, ഞാൻ തെറ്റ് ചെയ്യാൻ പോയ മനസാക്ഷി പറയും തെറ്റ് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാൻ എടുക്കുന്ന എൻ്റെ എല്ലാ ഡിസിഷൻസിലും ഞാൻ പറഞ്ഞ എൻ്റെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷൻ കാരണമാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക. അതൊന്നും ഇതുവരെ റോങ് ആയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വസിക്കുന്നത് അത് ദൈവം തരുന്ന ഒരു ഇൻഫർമേഷൻ ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരിക്കലും അതൊരു പാളിച്ച പറ്റിയിട്ടില്ല. എൻ്റെ എല്ലാ ഡിസിഷൻസും ബെസ്റ്റായിരുന്നു എടുത്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസാണ്, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് എപ്പോഴും ഡിസിഷൻസ് എപ്പോഴും കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്കപ്പോൾ തോന്നാറുണ്ട് നമ്മുടെ മനസാക്ഷി നമ്മളോട് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് എനിക്ക് തോന്നുന്നത് എപ്പോഴും റൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി 5ാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. നമുക്ക് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടിയായിരിക്കും അല്ലേ, അവർ ജഡ്ജ് ചെയ്യോ, ഇവൾ ജഡ്ജ് ചെയ്യോ എന്നുള്ളത്. അത് ഞാൻ എപ്പോൾ സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ള തീരുമാനം എടുത്തതാണ് എനിക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ വരെ പറ്റിയത് കേട്ടോ. ഞാൻ കുട്ടിക്കാലം മുതലേ ഭയങ്കരമായിട്ട് ആരോടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ ടോപ്പിക്ക് സംസാരിക്കുകയും കണ്ണാടി നോക്കി സംസാരിക്കുകയും തലാണി വെച്ച് തലാണിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ന്യൂസിൽ കാണുന്ന ടോപ്പിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയുള്ള ഫ്രണ്ട്സ് സംസാരിക്കുന്ന കേട്ടാൽ അതിലെനിക്കൊരു അഭിപ്രായം ഉണ്ടാവും കേട്ടോ. ഞാൻ അവിടെ പറയില്ല. അത് വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒരു പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ എനിക്കൊരു ടോപ്പിക് കിട്ടി അതിനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഒരു ഇഷ്ടം അന്ന് മുതൽക്കേ ഉണ്ടായിരുന്നൊരു വ്യക്തി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനൊരു കാര്യം ഇന്നേ വരെ ഒരു പ്രസംഗ മത്സരമോ ഇങ്ങനെയുള്ള ഒന്നും സ്കൂൾ മത്സരങ്ങളോ ഒന്നിലും ഞാൻ നിന്നിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് മുതൽക്കേ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള റീസൺ എൻ്റെ ആ ഒരു ഇഷ്ടമാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ പലപ്പോഴും ഞാനത് എവിടെയും പെർഫോം ചെയ്യാതെ പോയിരുന്നത് എൻ്റെ മറ്റുള്ളവർ എന്ത് ജഡ്ജ് ചെയ്യും എന്നുള്ള ചിന്തയാണ്. അതേപോലെ തന്നെ ഞാൻ പണ്ട് ഡ്രസ്സൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജീൻസൊക്കെ എൻ്റെ ഒരു മുത്തച്ഛൻ്റെ വൈഫ് എനിക്ക് മേടിച്ച് തന്നിട്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, മറ്റുള്ളവർ എങ്ങനെ ജഡ്ജ് ചെയ്യും ആലോചിച്ച് ഞാൻ കരഞ്ഞിട്ട് ആ ഡ്രസ്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത്രയ്ക്ക് പോലും ഒരു ഡ്രസ്സ് ഇടുന്നതിൽ പോലും മറ്റുള്ളവരെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് പേടിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൽ നിന്നൊക്കെ മാറി എനിക്ക് കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഡ്രസ്സ് ധരിക്കാനും ഞാൻ ഏത് രീതിയിൽ നടക്കാനും ഒരാളൊരു കാര്യം ചോദിച്ചാൽ അതിനെനിക്ക് അഭിപ്രായം പറയാനൊന്നും പേടിയില്ല. കാരണം എനിക്ക് തോന്നിയ അഭിപ്രായം എന്താണോ അതുപോലെ ഞാൻ ഭയങ്കര സ്വീറ്റായിട്ട് മറ്റുള്ളവരെ പെയിൻ ചെയ്യാതെ സംസാരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പേടി ഉണ്ടായത് ഞാൻ വളരെയധികം മാറ്റിയെടുത്തു. ആ ഒരു തീരുമാനം എൻ്റെ ലൈഫിൻ്റെ ഒരു ജേണി തന്നെ മാറ്റാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ളൊരു തീരുമാനമാണ്. ഈ 5 തീരുമാനങ്ങളാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്. ഇതൊന്നും അല്ല, ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ ലൈഫിലേക്ക് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എടുക്കേണ്ട സിറ്റുവേഷൻസ് വരാം. തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ എവിടെയും പേടിക്കരുത്. തീരുമാനം എന്ന് പറയുന്നത് അത് നമ്മുടേത് മാത്രമാണ്. മറ്റുള്ളവർ പറഞ്ഞിട്ടൊരു തീരുമാനം എടുക്കരുത്. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആ തീരുമാനങ്ങൾ എടുത്തപ്പോൾ നന്നായല്ലോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ചേഞ്ചസ് വന്നല്ലോ എന്നോർത്തിട്ടും ഒരു തീരുമാനം എടുക്കരുത്. തീരുമാനം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ആ തീരുമാനം എപ്പോഴും അതേപോലെ തീരുമാനമായിരിക്കും വേണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞ 5 പോയിന്റ്സും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കുന്ന ഒരു പേഴ്സൺ ആവാൻ പറ്റുള്ളൂ. അപ്പം ഈ 5 പോയിന്റ് നിങ്ങളുടെ ലൈഫിലുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ഇത് എനിക്ക് തന്ന ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പം അത്യാവശ്യം ഞാൻ എൻ്റെ ലൈഫിൽ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബോറിങ് പേഴ്സൺ അല്ല, അല്ലെങ്കിൽ എനിക്ക് ബോറടിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. എനിക്ക് ന്യൂനായി തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനും എനിക്കിപ്പോൾ പഠിക്കാൻ തോന്നിയ കാര്യം ഞാൻ പഠിച്ചു. നാളെ എനിക്ക് പഠിക്കാൻ തോന്നുന്ന കാര്യങ്ങളും ഞാൻ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ എനിക്ക് തോന്നി തുടങ്ങിയ ഒരു
എൻ്റെ ഒരു തീരുമാനമാണ്. ഞാൻ മാറി വന്നിട്ടുള്ള തീരുമാനങ്ങളിലാണ് ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ലൈഫ് എൻ്റെ ഓളം ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ആ തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. എൻ്റെ തീരുമാനം ഇതെൻ്റെ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും. ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അങ്ങനെ ഒരു വ്യക്തിത്വമായി മാറാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ഇതുപോലത്തെ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാകും. അല്ല ഇതുപോലെയല്ല എന്നെപ്പോലെ ഒരുപാട് പേടിയും ഫിയറൊക്കെ ആയിട്ട് ഭയങ്കര ഷൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് ഞാൻ സംസാരിച്ചൊരു വീഡിയോ ആണ്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.